മുഖ്യമന്ത്രി പ്ലീസ്, എൻ്റെയും കൂടി മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനോട് ഈ ഒരു അഭ്യർത്ഥന നടത്തുന്നത്. ഇപ്പോൾ നോക്കൂ, നേരത്തെ ഒരു ശിവശങ്കരനായിരുന്നു. അദ്ദേഹം മിടുക്കനാണ്, വളരെ വലിയ മിടുക്കനാണ്. അദ്ദേഹം മലപ്പുറം ജില്ലാ കളക്ടറായിരുന്നപ്പോൾ, അക്ഷയ കൊണ്ടുവരുന്നതും കളക്ടറായിരുന്നപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ കുറേ കാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എന്നോടൊക്കെ വലിയ കാര്യമാണ്. വലിയ ആളാണ് അദ്ദേഹം. പക്ഷേ പ്രവൃത്തി ദോഷം വലിയ പ്രശ്നമാണല്ലോ. അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെ നമുക്ക് പലതും ന്യായീകരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇത് അടുത്ത വിക്കറ്റ് വീഴുന്നു. എബ്രഹാം മിടുക്കനാണ്, KM എബ്രഹാം മിടുക്കനാണ്, IAS കാരനാണ്. ഒരു കാലഘട്ടത്തിൽ KM മാണി സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ഇദ്ദേഹം അറിയാതെ ഒരു ഫയലും നീങ്ങില്ലായിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന് ഒരിക്കലും വേണ്ടാത്ത ആളായിരുന്നു. ഇദ്ദേഹം ആഗോള ചാരനാണെന്നും ADB-യുടെയും വേൾഡ് ബാങ്കിൻ്റെയും IMF-ൻ്റെയും ആളാണെന്നും ഇദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കി പുണ്യാഹം തളിക്കണമെന്നും ചാണകം തളിക്കണമെന്ന് പറഞ്ഞ ഇടതുപക്ഷം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ തോമസ് ഐസക്കുമായി ബന്ധം വരുന്നു. ഐസക്ക് കൊണ്ടുവരുന്നു, വീണ്ടും ധനകാര്യ സെക്രട്ടറി ആകുന്നു, പിന്നെ കിഫ്ബി തുടങ്ങുന്നു. പിന്നെ മറ്റൊരു രൂപമാണ്, ഒരു വിശ്വരൂപമാണ് എബ്രഹാമിൻ്റെ കാണുന്നത്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന് കഴിവുണ്ട്. ഡോക്ടർ എബ്രഹാമാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്, നല്ല ആശയങ്ങളുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഞാൻ പല പ്രോജക്റ്റുകളിലും അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ടുണ്ട്, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മിടുക്കനാണ്, നല്ല ആശയമുണ്ട്. പക്ഷെ കയ്യിലിരിപ്പൂടെ നന്നാവണ്ടേ? ഇപ്പോൾ അദ്ദേഹത്തെ താങ്കൾ സംരക്ഷിക്കുകയാണോ? ഇന്നലെ CBI കേസെടുത്ത അടുത്ത നിമിഷം അദ്ദേഹത്തെ CBI ആണല്ലോ കേസെടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണല്ലോ കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവിൻ്റെ പേപ്പറിൽ, ഹൈക്കോടതി ഉത്തരവിട്ടതിൻ്റെ പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ടല്ലോ. അങ്ങനത്തെ കോടതിയുടെ നിരീക്ഷണം വരുമ്പോൾ എബ്രഹാമിനെ മാറ്റി നിർത്തണ്ടേ? കിഫ്ബിയുടെ CEO-യിൽ നിന്ന് ഇന്നലെ തന്നെ മാറ്റണ്ടായിരുന്നോ? അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് മാറ്റണ്ടേ? എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? വളർന്നു വരുന്ന തലമുറ ഒരു സന്ദേശം കിട്ടണം. അവർക്ക് രാജാവിൽ നിന്ന് കിട്ടണം, മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടണം, മന്ത്രിമാരിൽ നിന്ന് കിട്ടണം, മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടണം. എല്ലാവരിൽ നിന്നും സന്ദേശം കിട്ടിയാണ് സമൂഹം വളരേണ്ടത്. എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? എബ്രഹാമിനെ സംരക്ഷിക്കുമ്പോൾ, ശിവശങ്കരനെ നേരത്തെ സംരക്ഷിച്ചപ്പോൾ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം? 24 മണിക്കൂറിനകത്ത് എബ്രഹാമിനെ മാറ്റണ്ടേ? അദ്ദേഹം മാറി നിൽക്കട്ടെ, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി, സ്വഭാവശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നു, മുഖ്യമന്ത്രി ഓഫീസിലെ പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്നു, മുഖ്യമന്ത്രി അഡ്വൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണോ മുഖ്യമന്ത്രി അഡ്വൈസ് ചെയ്യുന്നതെന്ന് കുട്ടികൾ ചോദിച്ചാൽ, മക്കൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ, പുതിയ തലമുറ ചോദിച്ചാൽ എന്തുത്തരമാണ് പറയുക? അവർ എന്തുകൊണ്ട് ഈ നാട് വിട്ടു പോകുന്നു? എന്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതെ വരുന്നു? ഇതൊക്കെ വലിയ കാരണം. അപ്പോൾ വളരെ ഗൗരവമായി അഴിമതി നടത്തുന്നവരെ രക്ഷിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷേ വിജിലൻസ് പല രൂപത്തിൽ കേസിൽ തിരിമറി കാണിച്ചെന്നും കുഴപ്പം കാണിച്ചെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഒരു വല്ലാത്തൊരു സംവിധാനമല്ലേ? എന്തിനാണ് ഇങ്ങനെ കള്ളന്മാരെ, കൊള്ളക്കാരെ രക്ഷിക്കുന്നത്, അഴിമതിക്കാരെ രക്ഷിക്കുന്നത്? അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് 8 കോടിയുടെയും 10 കോടിയുടെയും 20 കോടിയുടെയും കെട്ടിടങ്ങൾ വാങ്ങിയിട്ട് തൻ്റെതല്ല, കുടുംബത്തിൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുക, IT റിട്ടേൺസ് കൊടുക്കാതിരിക്കുക, കള്ളത്തരങ്ങളുടെ രാജാവായിട്ട് വാഴുകയാണ്. അധികാരമുണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ സമുദായം കയ്യിലുണ്ട്, മതമുണ്ട്, ജാതിയുണ്ട്, അധികാരമുണ്ട്, സമ്പന്നർ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം, ഇതിലേതെങ്കിലുമൊക്കെ നമ്മെ നയിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി ഒരു വശത്തിവിടെ നവകേരളം ഇതാണോ? കുറേ നദികളും പുഴകളും ഒക്കെ നന്നാക്കുന്നതോ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം വരുന്നതോ ഒക്കെയാണോ നവകേരളം? നവകേരളം പറയുന്നത് മനസ്സിലെ മാലിന്യമല്ലേ ആദ്യം മാറ്റേണ്ടത്? ഒരു സംസ്കാരമല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഒരു പൊളിറ്റിക്കൽ സംസ്കാരം ഉണ്ടാക്കണ്ടേ? അങ്ങേപ്പോലുള്ള ധീരനായ ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയുന്നത് വെച്ച് തന്നെ പറയട്ടെ, ഇരട്ടച്ചങ്കുള്ള അങ്ങേപ്പോലുള്ള ധീരനായ ഭരണാധികാരിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണിത് കഴിയുക? കള്ളന്മാരെ കൽത്തുറങ്കലടയ്ക്കാൻ, കള്ളന്മാരെ കൂടെ നിർത്താതിരിക്കാൻ, പറഞ്ഞുവിടാൻ ഒരു നിമിഷം മുമ്പ് പറഞ്ഞുവിടാൻ അങ്ങേക്കല്ലാതെ ആർക്കാണ് കഴിയുക? അങ്ങ് സെക്രട്ടേറിയറ്റ് ഭരണത്തിൽ വന്ന നാൾ മുതൽ, ആദ്യ ഭരണത്തിൽ വന്ന നാൾ മുതൽ പറയുന്നുണ്ടായിരുന്നല്ലോ, സെക്രട്ടേറിയറ്റിനകത്ത് അവതാരങ്ങളുണ്ട്, വേതാളങ്ങളുണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പോൾ വേതാളം എവിടെയിരിക്കുന്നു? അവതാരം എവിടെയിരിക്കുന്നു? അദ്ദേഹം മാറി നിൽക്കണം, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. ഗൗരവമായ വിഷയമാണ് ഇതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം? ഒന്നുകിൽ മൗനം, അല്ലെങ്കിൽ ന്യായീകരണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. പാർട്ടിയായാലും മുന്നണിയായാലും ഒന്നുകിൽ മൗനം, ഇതൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിക്കും. കൊള്ളക്കാരും കള്ളന്മാരും വാഴും. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എന്താ, IAS-കാർക്ക് എന്താ കിട്ടുന്നത്? മെസ്സേജ്: അഴിമതി നടത്താം, സ്വജനപക്ഷപാതം നടത്താം, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പാദസേവ ചെയ്താൽ മതി എന്നുള്ള മെസ്സേജല്ലേ IAS-കാർക്ക് കിട്ടുന്നത്, IPS-കാർക്ക് കിട്ടുന്നത്? എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? പരമാവധി പണമുണ്ടാക്കുക, അഴിമതിയിലൂടെയും
സ്വജനപക്ഷപാതത്തിലൂടെയും പരമാവധി സ്വത്തുണ്ടാക്കുക, പണമുണ്ടാക്കുക, അതിൽ കഴിയുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പങ്കും കൂടെ കൊടുക്കുക. ഇത് വളരെ മോശമായ ഒരു സമീപനമാണ്. മുഖ്യമന്ത്രി പ്ലീസ്, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തി പറയട്ടെ, പുതിയ സന്ദേശം കൊടുക്കാൻ അങ്ങേക്ക് കഴിയണം. ഇന്ന് വിഷുദിനമാണ്. 2025 മാലിന്യരഹിതമായ കേരളത്തിൽ, വൃത്തിയുള്ള കേരളം ത്തിൻ്റെ കോൺക്ലേവ് അങ്ങ് 2 ദിവസത്തിന് മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത് കനകക്കുന്നിൽ. വൃത്തിയുള്ള കേരളം എന്ന് പറഞ്ഞാൽ മനഃശുദ്ധിയുള്ള കേരളം കൂടിയായിരിക്കണം, മനസാക്ഷി ശുദ്ധിയുള്ള കേരളം കൂടിയായിരിക്കണം, അഴിമതിരഹിതമായ കേരളമായിരിക്കണം. അതാണ് നവകേരളം. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ എബ്രഹാംമാരെ ഒരു കാരണവശാലും സംരക്ഷിക്കരുത്. 24 മണിക്കൂറെങ്കിൽ 24 മണിക്കൂറിന് മുമ്പ് മാറ്റി അവർ പോട്ടെ. ഇവിടെ അത്രയ്ക്ക് കഴിവില്ലാത്ത ആളുകൾ ഉള്ളവരാണോ? ധാരാളം AIS-കാരും ചെറുപ്പക്കാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അനുഭവ സമ്പത്തുള്ളവരുണ്ടല്ലോ, ചീഫ് സെക്രട്ടറിമാരുണ്ടല്ലോ. ഇതിന് എത്രയോ ചീഫ് സെക്രട്ടറിമാരുണ്ടെന്ന് റിട്ടയർ ചെയ്തു. ശ്രീ SM വിജയാനന്ദനെ പോലെയുള്ള എത്ര മനോഹരമായ ചീഫ് സെക്രട്ടറിമാർ, K ജയകുമാറിനെ പോലെയുള്ളവർ. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് സർവീസിൽ തന്നെ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ IMG ഡയറക്ടറായിട്ട്. എത്ര ആളുകൾ മനോഹരമായ ഇവിടെ ചീഫ് സെക്രട്ടറിമാരായി ഇരുന്നു പോയി. അതിനിടയിലാണ് ഈ കള്ളന്മാരും കൊള്ളക്കാരും ഇരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങ് സംരക്ഷിക്കരുത്. കഴിയുന്നത് വേഗം തീരുമാനമെടുക്കുക പ്ലീസ്. അത് ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്, ഒരു തലമുറയോട് നാളെ ചരിത്രമെഴുതുന്ന കുട്ടികൾക്ക് നൽകുന്ന വലിയ സന്ദേശമായിരിക്കും.